ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വായിക്കാം. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. കൂരിരുൾ താഴ്വര, കൂരിരുൾ താഴ്വര. വാസ്തവത്തിൽ നമ്മുടെ പലരുടെയും ജീവിതം കൂരിരുളല്ലേ, കൂരിരുട്ടല്ലേ? അത് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ പലരുടെയും ജീവിതം അങ്ങ് ഇരുട്ടത്ത് തപ്പി കിടക്കുന്നവരാണ്. ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ അങ്ങ് ചിന്ത ചെയ്തങ്ങ് പോകുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ജോലിക്ക് പോകുന്നു, ജോലി തിരിച്ചു വരുന്നു, നാം പ്രാർത്ഥിക്കുന്നു, ശരി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, ക്രമപ്രാർത്ഥന കഴിഞ്ഞു, നാം ഉറങ്ങുന്നു. ഓരോ ദിവസം ഇങ്ങനെ മാറി അങ്ങ് പോവുകയാണ്. പക്ഷെ എവിടെയാണ്? കൂരിരുൾ താഴ്വര, കുറ്റാക്കുറ്റിട്ടാണ് ഇവിടെ. ദൈവത്തിന് സ്തോത്രം. ഈ ഇരുളിൻ്റെ മധ്യത്തിൽ ചിലയിടത്ത് ചില മിന്നാമിനുങ്ങൾ തെളിഞ്ഞ് കാണാം. മിന്നാമിനുങ്ങൾ അത്രേ ഉള്ളൂ. ഞാൻ പറയാറുള്ളതുപോലെ ഇന്നത് ആവർത്തിച്ച് പറയട്ടെ, കത്തോലിക്ക സഭയിൽ മിന്നാമിനുകളുണ്ട്, വെളിച്ചമുണ്ട് കുറച്ച് അവിടെ ഇവിടെ. യാക്കോബായ സഭയിൽ വെളിച്ചമുണ്ട് അവിടെ ഇവിടെ. ഓർത്തഡോക്സ് സഭയിൽ വെളിച്ചമുണ്ട് അവിടെ ഇവിടെ. പെന്തോക്കോസ്ത് സഭയിൽ വെളിച്ചമുണ്ട് അവിടെ ഇവിടെ. ബ്രദർ ചർച്ചിൽ വെളിച്ചമുണ്ട് അത് അവിടെ ഇവിടെ. ഇവാഞ്ചലിക്കൽ ചർച്ചിലെ വെളിച്ചമുണ്ട്. മർത്തോമ സഭയിൽ വെളിച്ചമുണ്ട് അവിടെ ഇവിടെ മാത്രം, അവിടെ ഇവിടെ. അതുകൊണ്ട് ഈ വെളിച്ചങ്ങളെല്ലാം കൂടി കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരയിൽ ഒരുമിച്ച് ചേരും. സ്തോത്രം. ഇരുട്ടായ ലോകത്ത്, ഈ അന്ധകാരവൃതമായ ലോകത്ത് ജീവിച്ച മനുഷ്യൻ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ജീവിച്ച മനുഷ്യൻ, അവൻ അക്കരെ ദേശത്തേക്ക് ചെല്ലുമ്പോൾ കാണാം ഈ തീപ്പൊരികൾ പോലുള്ളതായി എല്ലാ ചെറുവെളിച്ചങ്ങളും എല്ലാം കൂടി ഒന്നിച്ച് ചേരും. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ആ വെളിച്ചത്തിൽ നമ്മൾ വാങ്ങിപ്പോയവരെ നാം കാണും, നമ്മിൽ വിട്ടുപോയവരെ കാണും. സ്തോത്രം. അവരെ കാണും. അപ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. നാം നരകത്തിലേക്ക് പോകാതെ സ്വർഗ്ഗ സന്തോഷത്തിലേക്കും പ്രകാശത്തിലേക്കും ഒന്നു അവരറിയുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അവർ നമ്മെ കണ്ട് എന്തുമാത്രം സന്തോഷിക്കും. വാങ്ങിപ്പോയവർ നമ്മെ കാണും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ? വാങ്ങിപ്പോയവരെ, നമ്മെ വിട്ടുപോയ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവരെ കാണാൻ ആഗ്രഹമില്ലേ? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കും, എന്നെ ആത്മീയമായി നടത്തിയ പ്രിയപ്പെട്ട പപ്പായെ ഞാനിവിടെ കാണും. അവിടെ പരിശുദ്ധി ജീവിതത്തിൻ്റെ കൈമുതലായിരുന്ന പപ്പായെ അവിടെ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. അക്കരെ ദേശത്തേക്ക് ഒരു ദിവസം കടന്നു പോകും. ഇവിടെ നാം ഒരു ചെറിയ തിരിയായിട്ട് നിൽക്കുക, ചെറിയൊരു പൊട്ടു വെളിച്ചം മാത്രം, ഇത്രയേ ഉള്ളൂ, ചെറിയ തിരി. എന്നാൽ നാം എല്ലാം കൂടി ചേരുമ്പോൾ അവിടെ വലിയ പ്രകാശമാനമായ ഒരു അന്തരീക്ഷം അവിടെ കിട്ടും. അവിടെ വെളിച്ചം അവിടെ നിറഞ്ഞു നിൽക്കും. ഇരുട്ടവിടെ ഉണ്ടാകുകയില്ല. സ്വർഗീയ സീവനിലേക്ക് നാം പറന്നു ചെല്ലും. സ്വർഗീയ യെരൂശലേമിലേക്ക് നാം പറന്നു ചെല്ലും. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദിവസം മരിക്കുമെന്ന്? ഒരു ദിവസം കടന്നു പോകും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങൾ ഒരുങ്ങുന്നില്ല. ആ സ്വർഗീയ സീവനിലേക്ക് ചെല്ലാൻ നിങ്ങൾ ഒരുങ്ങണം. സ്തോത്രം. സ്വർഗീയ സീവനിലേക്ക് ചെല്ലാൻ നാം ഒരുങ്ങണം. കർത്താവിന് സ്തോത്രം. ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഒടവൂട് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ മത്തായി സാറിനെ എന്നും പ്രാർത്ഥിക്കും. സാറിനടുത്ത് പ്രാർത്ഥിക്കും. എനിക്ക് വാസ്തവത്തിൽ എന്നെ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് നടത്തിയത് വളരെ സ്നേഹം നിറഞ്ഞ സാറാണ്. എൻ്റെ മനസ്സിൽ ആ സാറിനെക്കുറിച്ചുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് ആവശ്യം വരുമ്പോഴെല്ലാം എൻ്റെ കാര്യങ്ങൾ എല്ലാം നടത്തി തന്നു. എനിക്ക് രൂപ തന്നു. എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ രൂപ തന്നു, എല്ലാം തീർത്തു. ശമ്പളത്തിലെല്ലാം തീർത്തു. പക്ഷേ അപ്പോൾ ആവശ്യം വരുമ്പോൾ രൂപ തന്നു. എൻ്റെ ബുദ്ധിമുട്ടിൽ എന്നെ സഹായിച്ചു. എന്നോട് സ്നേഹമായിരുന്നു, എന്നോട് സഹതാപമായിരുന്നു, എന്നോട് വാത്സല്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പേര് കിട്ടിയ മത്തായി സാറ്, കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായ മത്തായി സാറ് എന്നെ പല വിധത്തിൽ സഹായിച്ചു. എൻ്റെ മനസ്സിൽ ഞാൻ നിന്നും രാവിലെ പ്രാർത്ഥിക്കും, സാറിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. അക്കരെ ദേശത്ത് ചെല്ലുമ്പോൾ ഞാൻ സാറിനെ കാണും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ നിങ്ങൾ ആഗ്രഹമില്ലേ? ഭർത്താവ് മരിച്ചു പോയ സ്ത്രീകൾ, നിൻ്റെ ഭർത്താവിനെ ഞാൻ കാണുമോ? മോളെ, നീ പേടിക്കണ്ട, ഭർത്താവിനെ കാണും. അങ്ങനെ നീ ഒരു ശുദ്ധിമതിയായി നിന്നാൽ മതി. ശുദ്ധിമതിയായി നിന്ന് നിൻ്റെ ജീവിതം വിശദീകരിച്ചാൽ നിനക്ക് അതിൻ്റെ ഭർത്താവിനെ കാണാം. ദൈവത്തിന് സ്തോത്രം. അക്കരെ ദേശത്ത് ചെല്ലുമ്പോൾ കാണാം, അയ്യോ പറഞ്ഞ് തീർന്നില്ലായിരുന്നല്ലോ, ഒന്ന് സംസാരിച്ച് വേണ്ടി തീർന്നില്ലായിരുന്നല്ലോ, അയ്യോ കണ്ട് കൊതി മാറിയില്ലായിരുന്നല്ലോ, അയ്യോ കഷ്ടം പെട്ടെന്ന് പോയല്ലോ. നിങ്ങൾ വിഷമിക്കുന്നവരുണ്ട്. ഒരു സ്ത്രീ എന്നോടങ്ങ് പറഞ്ഞതാണ്, കണ്ട് മതി വന്നില്ലായിരുന്നു സാറേ, കല്യാണം കഴിച്ചിട്ട് അധികം ദിവസമായില്ലായിരുന്നു, അദ്ദേഹം നനച്ച് ചെയ്തൊരു ആക്സിഡൻറ്റിൽ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്ത്രീ എന്നോട് പറഞ്ഞ സ്ത്രീ PhD ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ജീവിക്കുന്നു, ജോലി ചെയ്ത് ജീവിക്കുന്നു. പറഞ്ഞതാണ്, ഞങ്ങൾ മിണ്ടി തീർന്നില്ലായിരുന്നു, ഞങ്ങൾ കൊതി തീരെ മിണ്ടിയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കടം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓർക്കാം, നിങ്ങളൊരു ദിവസം കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ അത്യത്ഭുതകരമായ കാഴ്ചകൾ കാണാം. യേശു ക്രിസ്തു നമ്മെ സ്വർഗത്തിലേക്ക് എടുക്കും. ക്രിസ്തു നമ്മെ സ്വീകരിക്കാൻ പറന്നു വരും ആകാശമേഘങ്ങളിൽ. സ്തോത്രം. ഈ കൂരുളടഞ്ഞ ലോകത്ത്, കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ വിറച്ച് കഴിയുന്ന, പേടിച്ച് കഴിയുന്ന മനുഷ്യനെ ഉയരത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് യേശുക്രിസ്തു പറന്നു വരും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വന്ന് മധ്യാകാശം വരെ വരുമ്പോഴേക്കും അവൻ്റെ ഗംഭീരനാഥം മുഴങ്ങും, പ്രധാനത്തിൻ്റെ ശബ്ദം മുഴങ്ങും, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. അപ്പോൾ നാം ഇതാ ആ ശബ്ദഘോഷത്തിൽ ലോകം ഭൂമി മുഴുവനും ഞെട്ടി വിറയ്ക്കുന്ന സമയത്ത്, ഭൂമിമാണോ എന്ന് തോന്നുമാറ് ഭൂമി വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധന്മാർ പറന്ന് ഏത് കൂട്ടത്തിൽ നാമും പറന്ന് ചെല്ലണം. ആ നല്ല നാളെ ഏതെങ്കിലും സ്വപ്നം കാണണം. ദൈവത്തിന് സ്തോത്രം. ആ നല്ല നാളെ നമ്മുടെ ജീവിതത്തെ എന്തെല്ലാം നേടിയാലും ഒന്നും കൊണ്ടുപോവില്ല. ഒന്നും എന്തെല്ലാം നേടിയാലും ഇവിടെ നമുക്ക് ഏതെല്ലാം ഫ്രണ്ട്സുണ്ട്, സ്നേഹിതരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹായികളുണ്ട്, റിലേറ്റീവ്സുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, സഹായിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത്? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ട്, അവർക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ മരിക്കാറായി കിടക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ വേദനിച്ച് വളയുകയായിരിക്കുമോ, ശ്വാസം വലിക്കാൻ കിട്ടാതെ, ശ്വാസം കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ ഞാൻ വിഷമിക്കുകയായിരിക്കുമോ, ശ്വാസം മുട്ടലായിരിക്കുമോ, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കിടക്കുമ്പോൾ സഹായിക്കാൻ നോക്കുമ്പോൾ വേദനയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. എല്ലാവരും ഉണ്ട്, പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഡോക്ടേഴ്സ് കൈ വളർത്തും. സ്തോത്രം. അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറയും. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ നാമം മുഖത്തുപെടട്ടെ. അങ്ങനെ കിടക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ മുഖത്തുകയറിയ ദൂതന്മാരുമായി എഴുന്നള്ളി വരും. എൻ്റെ അരികത്ത് നിന്നുകൊണ്ട് യേശു എന്നെ തലോടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടേ? ഈ അനുഭവം നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം വേണ്ടേ? അതിനുള്ള ഒരുക്കമാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ. അതിനുള്ള ഒരുക്കം, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് സഭാഭേദമില്ലാത്തത്. എന്നാൽ എല്ലാവരെയും മാനിക്കുന്നു, എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു. നാം നിൽക്കുന്ന സഭയിൽ തന്നെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു കാരണവശാലും ആരോടും ഒരകൽച്ചയില്ല, ഒരു സഭയുടെ അകൽച്ചയില്ല. എന്തുകൊണ്ട്? അവരിൽ നിന്നും അനേകരെ പറന്ന് ചെല്ലും യേശുവിൻ്റെ അടുക്കലേക്ക്. നാം മറ്റ് സഭകളിലുള്ളവരുണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് പറന്ന് ചെല്ലുന്നവർ. ഇന്ന് ചില പ്രാദേശികമായോ അതല്ലെങ്കിൽ സാന്ദർഭികമായോ ചില സഭ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതൊന്നും നമുക്ക് ചിന്താ വിഷയമല്ല. സഭകൾ ഉണ്ടാകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ. സഭകൾ എങ്ങനെ ജീവിക്കുന്നു അത് നമുക്ക് ചിന്താ വിഷയമല്ല. സഭകളിലുള്ളവർ ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ ചിന്താ വിഷയമല്ല. നമുക്ക് ആകെ ചിന്താ വിഷയത്തിലുള്ളൂ, കർത്താവേ നീ രണ്ടാമത് വരുമ്പോൾ എന്നെയും കൂടെ ചേർത്ത് കൊള്ളണമേ. യേശുവേ നീ രണ്ടാമത് വരുമ്പോൾ എന്നെയും കൂടെ ചേർത്ത് കൊള്ളണമേ. വേറെ നമുക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല, വേറെ നമുക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. സ്തോത്രം. മരിക്കുന്നവരെയും അല്ലെങ്കിൽ കർത്താവിൻ രണ്ടാമത്തെ വരെയും ജീവിച്ചു പോകണം. ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക.
ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. സ്തോത്രം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങും. മനുഷ്യ സംഹാരദാശങ്ങൾ മുങ്ങിപ്പോരുന്ന പല മോഹങ്ങൾക്ക് അധീനരായിത്തീരും. തീമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, ധനികന്മാരാകാൻ ആഗ്രഹിച്ചാൽ പരീക്ഷകളിലും കെണിയിലും കുടുങ്ങും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് അതാത് ദിവസം കഴിഞ്ഞു പോകാനുള്ളത് തന്നാൽ മതി, ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവഭക്തിയെ ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാവുന്നതാനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് കഷ്ടപ്പെടുന്നതിന് വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു. ഇതിൽ എന്തിനു വേണ്ടിയാണ്? എൻ്റെ ആഹാരം, എൻ്റെ ഭാര്യയുടെ ആഹാരം, മാതാപിതാക്കളുടെ ആഹാരം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആഹാരം. ആ ആഹാരം കഴിക്കുക, ജീവിക്കുക, പിന്നെ അവരുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം അധ്വാനിക്കണം താനും, ശരിയായിട്ട് അധ്വാനിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം മറന്നു പോകരുത്. ലക്ഷ്യം ഇതാണ്. ഇതൊക്കെ കുട്ടികളെ സ്കൂളിൽ വിടുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, മക്കളുടെ കല്യാണം നടത്തുന്നു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, എല്ലാം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പറഞ്ഞോട്ടെ, ഈ പ്രായമായി ഏതൊരു 10-60 വയസ്സെങ്കിലും ആയാൽ അവരുടെ വസ്തുക്കൾ, സ്വത്ത് ആർക്കൊക്കെയാണെന്ന് ഒന്ന് കൃത്യപ്പെടുത്തി എഴുതി കൊടുത്താൽ നല്ലതാണ്. നിങ്ങൾ പെട്ടെന്ന് കടന്നുപോയതിനു ശേഷം പിന്നീട് അവിടെ മക്കളുടെ മുമ്പിൽ വഴക്കുണ്ടാകേണ്ട വരരുത്. എല്ലാം നേരത്തെ തന്നെ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ കാലം കഴിഞ്ഞ ശേഷം അവരെന്തെങ്കിലും വിനിമയം ചെയ്താൽ മതി. നിങ്ങളുടെയും ഭാര്യയുടെയും കാലം കഴിഞ്ഞ ശേഷം അത് ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കാലം കഴിഞ്ഞ ശേഷം. പക്ഷേ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ പൂർണ്ണ അധികാരത്തോടുകൂടി നിങ്ങൾക്ക് അവിടെ വസിക്കത്തൊക്കെ വേണം. ആ അധികാരം നിലനിർത്തിക്കൊണ്ട് മക്കളുടെ പേരിൽ എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മക്കൾ തമ്മിൽ കടിപിടി കൂടും. ദൈവത്തിന് സ്തോത്രം. ഈ ലോകജീവിതം എന്താണ്? ഈ ലോകജീവിതം, ദൈവത്തിന് സ്തോത്രം, ലോകത്തേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പലതും ഉണ്ടായിരിക്കും, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ശവക്കുഴിക്കൽ തീരും. കണ്ണീരോടെ നമ്മൾ പ്രിയപ്പെട്ടവർ നോക്കി നിൽക്കും, കണ്ണീരോടെ ഏങ്ങലടിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ഞാനിതെല്ലാം ഭാവനയിൽ കാണുന്ന കാര്യങ്ങളാണ്. കണ്ണീരോടെ നിൽക്കും, സങ്കടത്തോടെ നിൽക്കും, വീർപ്പുമുട്ടി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നാം ഒരു യാഥാർത്ഥ്യത്തെ നേരിടാൻ പോവുകയാണ്. യാഥാർത്ഥ്യത്തെ നേരിടാൻ പോവുകയാണ്. മരണനിഴൽ താഴ്വരയെ നേരിടാൻ പോവുകയാണ്. മരണനിഴൽ താഴ്വര, കൂരിരുൾ താഴ്വര എന്ന് പറയുന്നത് മരണനിഴൽ താഴ്വരയാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ് ഇസ് എ വാലി ഓഫ് ഡാർക്ക്നെസ്. അത് ഇരുട്ടിൻ്റെ താഴ്വര, കൂരിരുൾ താഴ്വര. ഇറ്റ് ഇസ് വാലി ഓഫ് ഡെത്ത്, അത് മരണത്തിൻ്റെ താഴ്വരയാണ്. ചില ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇത് വാലി ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. ചില ഇംഗ്ലീഷിലുള്ള ബൈബിളിൽ വാലി ഓഫ് ഡെത്ത് എന്ന് പറയും. നമ്മുടെ ഇന്ന് വായിക്കുന്ന പുസ്തകത്തിൽ കൂരിരുൾ താഴ്വര എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. കൂരിരുൾ താഴ്വര മരണനിഴൽ താഴ്വരയാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഉപകരമല്ല, കേൾക്കാൻ പ്രയാസമാണ്. ഞാനും പോകുമല്ലോ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പോകുന്നത് ഏകാഗിയായിട്ടല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള എല്ലാവരെയും വിട്ടു പോകുന്നു. ശരി, മക്കളെ വിടുന്നു, മക്കളെ വിടുന്നു. എല്ലാവർക്കും എന്നെക്കുറിച്ച് സ്നേഹമുണ്ട്, വളരെ താല്പര്യമുണ്ട്. പക്ഷേ അവരെയൊക്കെ വിട്ട് ഞാനങ്ങ് പോകുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എൻ്റെ യേശുവിൻ്റെ കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. മരണക്കിടക്കിടയിലത്ത് യേശു നിൽക്കും. യേശുവിൻ്റെ തിരുമുഖം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ തിരുമുഖം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അഗ്നിജ്വാലയ്ക്കത്ത് മാലാഖമാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വെറും സ്വപ്നങ്ങളല്ല, ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, വരാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കൂ, അതിന് സാധിക്കുമോ? നിങ്ങൾക്ക് അതിന് തക്കവണ്ണമുള്ളതായ ഒരുക്കം നിങ്ങൾക്കിപ്പോൾ ഉണ്ടോ? അതിന് തക്കവണ്ണം നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? അതിന് തക്കവണ്ണം നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മരണനിഴൽ താഴ്വര,
മരണം അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. മരണം അത് കൂരിരുട്ടാണ്, യാഥാർത്ഥ്യമാണ്. സത്യമായും നാം മരിക്കും. ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദാവീദിന് എന്തൊരു ഉറപ്പാണ്, ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്ത് വന്നാലും എന്താണ്, എന്ത് വന്നാലും എന്താണ്, എന്ത് സംഭവിച്ചാലും എന്താണ്, എൻ്റെ ദൈവം എന്നോടുണ്ടല്ലോ. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ കർത്താവുണ്ടല്ലോ. വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ വ്യാഖ്യാന പുസ്തകം നോക്കിയപ്പോൾ കണ്ടു, ഈ വടി എന്താണെന്നറിയാമോ? വടി അത് ഇടയ്ക്ക് ശിക്ഷണ തരാനാണ്. ശിക്ഷണ തരാൻ, യാടിനെ ഏർപ്പഴിപ്പാതെ നടത്താനാണ് വടി. ആ വടിയുടെ അറ്റം വളഞ്ഞാണ് ഇരിക്കുന്നത്. എന്താണെന്നറിയാമോ? വഴിയോരത്തെല്ലാം ഉള്ള ഇലച്ചിലുകൾ, ആട് തിന്നാൻ പറ്റിയതെല്ലാം ചാച്ച് വലിച്ചു കൊടുക്കാനായിട്ടാണ്. എല്ലാം വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ആശ്വാസം തന്നുകൊണ്ടിരിക്കും, നമുക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിലെ താൽക്കാലികമായ ജീവിതത്തിലെ സന്തോഷങ്ങളിലും സുഖങ്ങളിലും മയങ്ങി നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടാനുണ്ട്. അനേക ആത്മാക്കളെ നേടണം. നമുക്ക് യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് ആത്മാക്കളെ സമ്പാദിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തോട് യേശുവിനെ അറിയിക്കണം. എന്താണ് സ്വർഗമെന്നോ, എന്താണോ നരകമെന്നോ, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്നോ, മരണം തന്നെ അതിൻ്റെ ഭയാനകമായ അവസ്ഥയ്ക്ക് ശേഷം പിന്നെ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാത്ത പാവപ്പെട്ടൊരു കൂട്ടം ജനങ്ങൾ. പള്ളിയിൽ പോകും, നമസ്കാരം ചൊല്ലും, പള്ളിയിൽ പോയി കുർബാന അനുഭവിക്കുക എന്നുള്ളതല്ലാതെ, അങ്ങനെയൊക്കെയുള്ള ജീവിതമല്ലാതെ ആഴമായ ഒരു അനുഭവത്തിലേക്ക് നാം വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആഴമായ ഒരു അനുഭവം എന്താണ്? അത് ക്രിസ്തുവുമായിട്ടുള്ള സജീവമായൊരു ബന്ധമാണ്. മരിച്ച് കടന്നു ചെന്നതിന് ശേഷം ക്രിസ്തുവിനെ കാണുകയല്ല, ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ക്രിസ്തുവിനെ കൂടെ നടക്കുകയാണ്. ഇടയൻ്റെ കൂടെ ആട് നടക്കുന്നത് പോലെ വടിയും കോലും അത് ആശ്വാസം തന്നുകൊണ്ടിരിക്കുന്നു. ഇടയൻ്റെ കൂടെ നടക്കുകയാണ്. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വ്യക്തിപരമായ ചില ആവശ്യങ്ങളില്ലേ? വ്യക്തിപരമായ ചില ആഗ്രഹങ്ങളുമില്ലേ? ചില വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ ആഗ്രഹങ്ങൾ, ചിലത് ഭൗതികമായ ആഗ്രഹങ്ങളായിരിക്കാം. നെറ്റ് പാസ്സാകണം, നല്ല ആഗ്രഹം. നീറ്റ് ടെസ്റ്റ് പാസ്സാകണം, നീറ്റ് പാസ്സാകണം, നല്ല ആഗ്രഹം. നിങ്ങൾക്ക് ഡിഗ്രി പാസ്സാകണം, നല്ല ആഗ്രഹം. നിങ്ങൾക്ക് ഒന്നുകിൽ ഡോക്ടറാകണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറാകണം, അല്ലെങ്കിൽ അധ്യാപകനാകണം, നല്ല ആഗ്രഹം. ഈ ആഗ്രഹങ്ങളെല്ലാം നല്ലതാണ്, അത് കളയണ്ട. നല്ലൊരു ഡോക്ടറാകുക, നല്ലതാഗ്രഹമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ വളരണം. ഈ ആഗ്രഹങ്ങൾ മനസ്സിലിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ഒരു ചെറിയ പുഴു പോലെ ഇപ്പോൾ എഴിഞ്ഞെഴിഞ്ഞ് നടക്കുന്നു, ചെറിയ പുഴു പോലെ. ഈ പുഴുവിനെ കാണാൻ പറ്റില്ല, ഇലയുടെ അടിയിലാണ് പുഴു ഇരിക്കുന്നത്, നോക്കിയാൽ കാണില്ല, മറിഞ്ഞാണ് പുഴുവിന് എന്തുകൊണ്ടോ അതിൻ്റെ പ്രകൃതിയായുള്ള അതിൻ്റെ ശക്തി കൊണ്ട്, ഇൻസ്റ്റിങ്റ്റീവ് എന്ന് പറയും, അതിൻ്റെ ജന്മസിദ്ധമായ വാസന കൊണ്ട് അത് ഇലകളുടെയും മറ്റും അടിയിൽ കൂടെ പോകും, ആരും കാണാത്ത വിധത്തിൽ. നോക്കുമ്പോൾ കഴിഞ്ഞു പോകുന്നു. ഒരു ഇഞ്ച് നീങ്ങാൻ എന്തൊരു നേരം വേണം? കുറേ നേരം കൊണ്ടാണ് ഏതാണ്ട് ഒരടി നീങ്ങുന്നത്. പയ്യെ 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 കഴിഞ്ഞു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നെ നോക്കുമ്പോൾ ഒരവസരത്തിൽ കാണുമ്പോൾ അവിടെ പുഴുവിനെ കാണുന്നില്ല. പുഴുവിനെ കാണുന്നില്ല. ചെയ്തുപറ്റി അവിടെ ഉണ്ട് ഒരു സാധനം, ഏതാണ്ട് ഒരു ചെറിയ കൂട് പോലെ അവിടെ തൂങ്ങിക്കിടക്കുന്നു. ചെറിയ കൂട്, പീപ്പ സ്റ്റേജാണ്, അതിൻ്റെ സമാധി ദശയാണ്, സമാധി ദശ, അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്നാൽ ഏതാനും ദിവസം കഴിയുമ്പോൾ ആ കൂട് പയ്യെ പൊട്ടുന്നു. കൂട് പയ്യെ പൊട്ടി ഇതാ ഒരു ചിത്രശലഭം പുറത്തു വരുന്നു. ചിത്രശലഭം പറക്കുകയാണ്. ഇവിടെ എഴിഞ്ഞെഴിഞ്ഞിങ്ങനെ നടന്ന ചിത്രശലഭം കുറച്ച് കഴിഞ്ഞപ്പോൾ പറക്കുകയാണ്. അതിങ്ങനെ പറക്കുമ്പോൾ വർണ്ണപ്പകിട്ടാണ്, നല്ല ശോഭയാണ്, നല്ല മനോഹരമായ ഒരു നല്ല ചിത്രശലഭം. ആ സൗന്ദര്യം നമുക്ക് ഇഷ്ടമാണ്. അത് പറക്കുന്നത് പ്രകൃതിയിൽ തന്നെ ഒരു സൗന്ദര്യമാണ്. നമ്മുടെ പൂന്തോപ്പുകളിലും പൂന്തോട്ടങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തെല്ലാം ഇങ്ങനെയുള്ള വർണ്ണശബളിമയുള്ള നല്ല വർണ്ണപ്പകിട്ടുള്ള നല്ല ചിത്രശലഭങ്ങൾ പറക്കുന്നത് കാണാൻ കൗതുകമാണ്. നാം അതുപോലെ നാം പറക്കും. സ്തോത്രം. ഇന്ന് ഈ ഭൂമിയിലെ ശരീരം എഴിഞ്ഞെഴിഞ്ഞിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു ദിവസം നാം പറക്കും. സ്തോത്രം. ദൈവമക്കളെ, അത് നിങ്ങൾ ഒരുങ്ങുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. കൂരിരുൾ താഴ്വരയാണ്. ഈ കൂരിരുൾ താഴ്വരയിൽ, മരണനിഴൽ താഴ്വരയിൽ നിങ്ങൾ ഇന്ന് പുഴുക്കളെ പോലെ നിങ്ങൾ പോകുന്നു. എന്നാൽ ഈ താഴ്വരയിൽ നിന്ന് ഇതാ ചിത്രശലഭം പോലെ പറന്നു വരുന്നൊരു സമയം വരുന്നു. ദൈവത്തിന് സ്തോത്രം. മഴ പെയ്ത് കഴിയുമ്പോൾ മണ്ണിൽ ചിലയിടത്ത് ചെറിയ ചെറിയ ഒത്തുകൾ പോലെ കാണും. അതിൽ നിന്നിതാ തെരുതെരെ ഈയലുകൾ പൊങ്ങി വരുന്നു. അതെല്ലാം ഇങ്ങനെ പറന്ന് പൊങ്ങുകയാണ്. ഇത് എണ്ണമുണ്ടോ? ഒരുപടി എണ്ണമുണ്ടോ? ഇങ്ങനെ പറന്ന് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ശവക്കുഴികൾ തുറക്കും, ശവക്കല്ലറകൾ തുറക്കും. ഇന്ന് അടക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും.
ദൈവത്തിന് സ്തോത്രം. ഈ മഹാസൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മറന്ന് യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുക, യേശുവിനെ കാണുക, യേശുവിൻ്റെ തിരക്തത്തെ നിങ്ങൾ കാണുക, ആ തിരക്തത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുക, ആ തിരക്തം നിങ്ങൾക്ക് തരുന്നതായി പാപമോചനം നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സ് കുളിർമയുള്ളതായി തീരട്ടെ, മനസ്സ് സന്തോഷമുള്ളതായി തീരട്ടെ. ഇന്നിവിടെ ഞെരുക്കമുണ്ട്, ഭാരമുണ്ട്, കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഈ വേദനാഭരിതമായ ജീവിതത്തിൽ, യാതനയും വേദനയുടെ ജീവിതത്തിൽ, സങ്കീർണമായ ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുവിനെ കണ്ട് യേശുവിനോട് പോകുമ്പോൾ എന്തൊരു ആനന്ദമാണെന്നറിയാമോ, എന്തൊരു സൗഭാഗ്യമാണെന്നറിയാമോ. നാം യേശുവിൻ്റെ മടിത്തട്ടിലാണ്, നാം യേശുവിൻ്റെ കൈക്കുമ്പിളിലാണ്. സ്തോത്രം. യേശുവിൻ്റെ തിരുമാറോട് അണഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം താൽക്കാലികം, മായ. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ ഉടയവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അർഹിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം തരുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ബലഹീനൻ്റെ നിസ്സാരമായി ഞങ്ങളോട് കണ്ടു തോന്നിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവ് തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവേ. ഈ സ്നേഹത്തിൻ്റെ ആകർഷണത്തിൽ തന്നെ ഈ മക്കളെല്ലാവരും നിൽപ്പനടയാക്കണമേ. എല്ലാവരെയും കൃപയിൽ പുതിയും ഭവനങ്ങളിൽ സമാധാനം നൽകുകയും ചെയ്യണമേ. രണ്ടാമത്തവരുടെ എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.